ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും റേസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കഴിച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനിയിത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ബദാമാണ് ഞാനിപ്പോൾ എടുത്തത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും എടുക്കാം. ബദാം പരിപ്പിന് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് വറുത്തെടുക്കണം. നെയ്യിലിട്ട് ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്, അത് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ബദാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ തേങ്ങയും നന്നായിട്ടൊന്ന് വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ഒരു 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കണം. ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കാരയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്, ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല അടിപൊളിയും നല്ല സോഫ്റ്റും സൂപ്പറുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അങ്ങനെ ഇപ്പോൾ ക്യാരറ്റും ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ തേങ്ങയും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം, ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇനി അല്പം പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. ഞാനിപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് ഈ സ്നാക്കിൻ്റെത്. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കണം. പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം, അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇതാ പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റിൻ്റെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മസാല റെഡിയായി. ഇനി ഒരു ബാറ്ററാണ് റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കണം. 3 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്കി വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വിസ്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണ് മാത്രം മതി. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അങ്ങനെ മൈദപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ സോഡാപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്ററും ഇവിടെ റെഡിയായി. ഇനി ഇത് ഉണ്ണിയപ്പത്തിൻ്റെ കാരിയിൽ ഇതിനി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ അടിയിലൊരു ഞാൻ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഉണ്ണിയപ്പത്തിൻ്റെ കാരി വെച്ചിട്ട് അതിലേക്ക് അല്പം പശു നെയ്യാണ് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് പശു നെയ്യ് പരട്ടി കൊടുക്കണം. എന്നിട്ട് ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം.
അങ്ങനെ ഇപ്പോൾ കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ആരും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മക്കളൊക്കെ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും, അത്രക്കും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ മസാലയൊക്കെ ക്യാരറ്റിൻ്റെ മസാല എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് മുകളിൽ വീണ്ടും കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല അലിഞ്ഞു പോകുന്ന ഒരു സ്നാക്കാണ്. കഴിച്ചാൽ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്ന നല്ലൊരു സ്നാക്കാണ്. ഞാനിവിടെ 3 മുട്ടയ്ക്ക് ചെയ്തിട്ട് ഇവിടെ ഒട്ടും തികഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മുട്ടക്കെങ്കിലും ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് ആക്കിയെടുക്കണം. അങ്ങനെ ഇത് എല്ലായിതും ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പനേരം മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും മാറ്റാം. അങ്ങനെ നിങ്ങളിത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ ഇത് ആക്കി വെക്കുന്നവരും എൻ്റെ മക്കൾ ഓരോന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എൻ്റെ മക്കൾക്ക് ഇവിടെ ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും സൂപ്പറും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.